നിനക്ക് നല്ലൊരു തുണി പോലും ഇവിടെ ഇടാനില്ല ഉണ്ണിയെ. എന്തൊരു വേഷം അത്, ആകെ മുഷിഞ്ഞും നാറി. എന്താ കേട്ടില്ല? എന്റെ മകളെ പോലെ ഈ നശിച്ചവളാ. ഈ പെണ്ണെന്താ ഫോൺ എടുക്കാത്ത? രാവിലെ തൊട്ട് ഫോണിലാണല്ലോ ഉമ്മ. ആരും ഇങ്ങനെ വിളിക്കുന്നത്? അത് റംസീനെ പെണ്ണ് 2 ദിവസമായിട്ട് ഇങ്ങോട്ട് വിളിക്കണേ ഇല്ല. എന്താണാവോ? അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വിളിക്കലൊന്നുമില്ല. കൂടുതലും ഞാൻ അങ്ങടെ വിളിക്കാറ്. എന്നാലും ഇപ്പൊ കുറച്ച് ദിവസമായിട്ടേ ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോഴും ഫോൺ എടുക്കണില്ല. കട്ടാക്കി വിടുക. ആരങ്ങനെ കട്ടാക്കണമെന്ന് ഞാൻ നോക്കുന്നത്. ഇപ്പൊ ഒരു പിടുത്തവും കിട്ടണില്ല. അതെല്ലേ. ഇന്നും ഒരു കാര്യം ചെയ്യേ, അവിടെ വരെ ഒന്ന് പോയി നോക്ക്. എന്താ കാര്യം എന്നറിയാലോ. അത് ശരിയാ. എന്നാലേ ഉമ്മ ഒന്ന് പോയിട്ട് വരാം. അല്ലെങ്കിൽ ഇതിപ്പോ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. പുറത്തെ പടിയൊക്കെ ഞാൻ അടച്ചതാണല്ലോ. പിന്നെ അങ്ങനെ ഈ നായക്കളുടെ ഉള്ളിൽ കയറണാവോ? എന്ത് വേണം? റംസീനൊന്ന് കാണാൻ. മകളിനെ കണ്ടില്ലെങ്കിൽ ഉമ്മാക്ക് ഉറക്കം വരില്ല. എന്തൊരു സ്നേഹം. ഈ സ്നേഹം ഒന്നേ പണത്തിന്റെ മുതലിന്റെ കാര്യം വരുമ്പോ കാണുന്നില്ലല്ലോ. അത്രയ്ക്ക് സ്നേഹമുള്ള തള്ളിയാണെങ്കിലേ അവൾക്ക് തരാ പറഞ്ഞ മുതലും കിട്ടി തരും. വെറുതെ മനുഷ്യനിട്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് 30 പവനും 2 ലക്ഷം ഉറുപ്പിയും തരാന്ന് പറഞ്ഞിട്ടാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ. ബ്രോക്കർ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, ഒറ്റ മോളാണ്, നിങ്ങൾ ചോദിച്ചതിനേക്കാൾ കൂടുതൽ അവർ തരുന്നു. ബ്രോക്കറിനൊന്ന് ഞാൻ കാണട്ടെ, അവനക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണത്? എനിക്ക് എന്റെ മകൾക്ക് കൊടുക്കണതിന് എന്താ? എനിക്ക് അവൾക്ക് വാരിക്കോരി കൊടുക്കണം എന്നുണ്ട്. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് കൂട്ടിയെ കൂടാത്തോണ്ടാ. അവളുടെ കല്യാണത്തിന്റെ 2 മാസം മുമ്പല്ലേ അവളുടെ വാപ്പ മരിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ അവൾക്ക് വേണ്ടി കരുതി വെച്ചതെല്ലാം അന്ന് ആ ആശുപത്രിയിൽ ചെലവായി പോയി. അതുകൊണ്ട് വിചാരിച്ച പോലെയൊന്നും നിങ്ങൾക്ക് തരാനും സാധിച്ചില്ല. അല്ലാണ്ട് ഞങ്ങൾ നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചതൊന്നല്ല. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ മല മറിക്കും. അത്രയ്ക്ക് ദണ്ണുണ്ടെങ്കിലേ എന്നാ പിന്നെ ആ വീട് സ്ഥലം കൂടി അവളുടെ പേരിലങ്ങോട്ട് എഴുതി കൊടുക്ക്. എന്താ പറ്റില്ലേ? പറ്റില്ല അല്ലേ? അയ്യോ അങ്ങനെ നിക്കണ്ട, ഞങ്ങളെ ബന്ധുക്കാരല്ലേ, ഇങ്ങനെ ഒന്ന് മുഷിയണ്ട. മകളിനെ കാണാൻ വന്നതല്ലേ, അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ആ ശാപം. പോയി കണ്ടോ. ഉമ്മ ഒന്നും പറയാണ്ട്? ഇതെന്തൊരു കോലോടി ഉണ്ട് നിന്റെ. നിങ്ങൾ റൂമിക്ക് നടത്തി വരുമ്മ. വാതിലൊക്കെ കൊട്ടി അടച്ചിട്ടാ ഉമ്മയും അവളും കൂടി സംസാരിക്കുന്നത്. എന്തത്ര തുളയ്ക്കാനുള്ളതാണാവോ? എന്തുമ്മ വെറുതെ വന്നതാ? നിനക്ക് നല്ലൊരു തുണി പോലും ഇവിടെ ഇടാനില്ല ഉണ്ണിയെ. എന്തൊരു വേഷം അത്, ആകെ മുഷിഞ്ഞും നാറി. എങ്ങനെയുണ്ടാർന്ന കുട്ടിയാ നീ? പിന്നെന്താ കയ്യും വീശി വന്നത്? വരുമ്പോ ഒരുപാട് തുണിയും അവൾക്ക് 10-30 പവൻ സ്വർണവും പൈസയൊക്കെ ആയിട്ട് വരായിരുന്നില്ലേ? തള്ളന്റെ ഒരു അഭിനയേ. പൈസക്കാരി അങ്ങോട്ട് വന്ന പിന്നെ മകളും ഇല്ല സ്നേഹവും ഇല്ല. ഓരോരോ കാട്ടിക്കൂട്ടലുകളി ആരനെ കാണിക്കാനാണ്? അപ്പൊ രണ്ടും കൂടി വാലടച്ചും കൊണ്ട് എന്നെ കുറ്റം പറയായിരിക്കും ലടി. ഉമ്മ ഇവിടെ ഇരിക്കും, ഞാൻ കുടിക്കാൻ ചായ എടുത്തിട്ട് വരാം. നാണുമില്ലാണ്ട് പിന്നെ ഓരോന്നും കൂടി വലിഞ്ഞു കയറി വന്നോളും. അവളുടെ ചായ വെക്കല് കണ്ടവർക്കൊക്കെ ഊട്ടാനേ നിന്റെ വീട്ടിൽ നിന്ന് സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഈ കണ്ട സാധനങ്ങളൊക്കെ എന്റെ മകന്റെ പൈസ കൊണ്ട് വാങ്ങിച്ചതാ. ഉമ്മാനെ സൽക്കരിക്കണ്ട. അപ്പൊ അവൾക്ക് ഉമ്മ ഒന്ന് മെല്ലെ പറയുമ്പോ ഉമ്മ കേക്കും. കേക്കട്ടെ, അവര് കേക്കട്ടെ. അവര് കേൾക്കാൻ എന്നെ ഞാൻ പറയണത്. നാണുണ്ട് നിന്റെ ഉമ്മക്ക് ആരും വിളിക്കാണ്ട് മറ്റൊരാളുടെ വീട്ടിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറി വരാനേ. നാണും അതിൻ്റെ സാധനങ്ങള്. ഒരു ഗ്ലാസ് ചായ അല്ല ഉമ്മ, അതും കട്ടൻ ചായ. അതെങ്കിലും ഞാൻ
എന്റെ ഉമ്മാക്ക് കൊടുക്കട്ടെ. നിർത്തടി. അതാ നോക്ക്, ഞാൻ പറയാണ്ട് നീ വീട്ടിൽ എന്തെങ്കിലും നിന്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്താ നിന്റെ കയ്യും കാലും തല്ലി മുറിച്ച് ഞാൻ ഒരു മൂലക്കിടും ഞാന്. നീ അവരെ മകളെ ഞാനോടി ഒരു ഉമ്മ മകളെ കാണാൻ വന്ന ഓരോ അത്ര കയ്യും വീശിയും കൊണ്ട് അതിനെങ്ങനെയാ സംസ്കാരം പറയുന്ന ഒരു സാധനം ഇല്ലാത്ത ജാതികളാണ്. ഇങ്ങനെയുള്ള ജാതികൾക്കൊക്കെ പച്ച വെള്ളം പോലെ ഈ വീട്ടിൽ നിന്ന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഓഫാക്കടിയാ ഗ്യാസ്, വെറുതെ ഗ്യാസ് കളയാൻ വേണ്ടിട്ട്. ഉമ്മ ചായ വെക്കാൻ നോക്കിയപ്പോഴേ പഞ്ചസാര ചായപ്പൊടിയൊക്കെ കഴിഞ്ഞേക്കണു. ഞാൻ മറന്നു. ഇനിയിപ്പോ വാങ്ങിട്ട് വേണം. ഞാൻ പോയിട്ടേ വാങ്ങിട്ട് വരാം. വേണ്ട, ഉമ്മക്ക് ചായയും വെള്ളം ഒന്നും വേണ്ട. ഉമ്മ നിക്കണില്ല, ഉമ്മ പോവാണ്. നിന്റെ അമ്മായിമ്മ പറയണൊക്കെ ഉമ്മ കേട്ടു. അത് കുഴപ്പമില്ല. ഞാന് വെറുതെ ഒന്ന് നിന്നെ കണ്ടിട്ട് പോട്ടെ പറഞ്ഞിട്ട് വന്നതാണ്. അല്ല, ഞാൻ വിളിക്കുമ്പോ ഇപ്പൊ നീ ഫോണേ എടുക്കണില്ലല്ലോ. നീ ആണെങ്കിൽ എന്നെ വിളിക്കുന്നുമില്ല. ഞാൻ വിളിക്കുമ്പോഴേ ഫോൺ ഇങ്ങനെ ആരോ കട്ടാക്കി വിടുക. എന്താ അത്? ആരെങ്ങനെ ഫോൺ കട്ടാക്കുന്നത്? ഞാനാ കട്ടാക്കുന്നത്. നിങ്ങളുടെ മകൾക്ക് 24 മണിക്കൂർ ഇങ്ങനെ ഫോണിൽ ചൊല്ലിക്കൊണ്ടിരിക്കല്ലേ പണി. അവൾക്ക് വേറെ പണികളുണ്ട് ഈ വീട്ടില്. പിന്നെ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട് എനിക്ക്. ഈ 10 മിനിറ്റ് കൂടുമ്പോഴുള്ള മകളിനെ കൂടി ഇല്ലേ, അത് അങ്ങോട്ട് നിർത്തിക്കോ. നിങ്ങൾ എത്ര വിളിച്ചിട്ടും കാര്യമില്ല, അവള് ഫോൺ എടുക്കില്ല. അവളുടെ ഫോണേ എന്റെ കയ്യിലാ. ഇനി അവള് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണമെങ്കിലേ ഞാൻ വിചാരിക്കണം. ഞാനാണെങ്കിൽ വിചാരിക്കൂല്ല. ഉമ്മ പോട്ടോണി. ഉമ്മ ഇനി നിക്കണില്ല. നിന്നൊന്ന് കണ്ടല്ലോ, അത് മതി. ഞാൻ പോട്ടെ. ഒന്ന് വേഗം ആവട്ടെ. പിന്നെ പോകുമ്പോഴേ ഇതാ നിക്കണ ഈ സാധനത്തിനോട് കൊണ്ടക്കോളി. എന്തിനാ അവിടെ അങ്ങനെ ഒരു പാഴ് വസ്തു ചെല്ലും ചെലവും തീറ്റിയും കൊടുത്തിട്ട് ഞങ്ങള് മുടിയാൻ വേണ്ടിട്ട്. ഇവള് പോയാലേ എന്റെ മകൾക്ക് നല്ല അടിപൊളി പെണ്ണുങ്ങളെ വേറെ കിട്ടും. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ എന്റെ മകളിനെ വിഷമിപ്പിക്കുന്നത്? നിങ്ങൾക്കും ഇല്ല ഒരു മകള്. അവൾക്ക് ഇതേ പ്രായമല്ലേ ഉള്ളൂ. നിങ്ങക്ക് അവളെ കാണുന്ന പോലെ ഇവളെയും കണ്ടുകൂടെ? എന്താ കേട്ടില്ല? എന്റെ മകളെ പോലെ ഈ നശിച്ചവളാ? എന്റെ മകളെ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്നതാ. അവളെ കെട്ടിച്ചു കൊടുത്താക്കണതേ അതേപോലെ അന്തസ്സുള്ള കുടുംബത്തിക്കാ. അതും പറഞ്ഞതിനേക്കാൾ കൂടുതൽ സ്വർണ്ണവും മുതലും കൊടുത്തിട്ടാ ഞങ്ങൾ അവളെ കെട്ടിച്ചത്. അതുകൊണ്ട് എന്താ, അവിടെ ഉള്ളവരെ അവളെ രാജകുമാരനെ പോലെയാ നോക്കണത്. അവൾക്ക് ഇവിടത്തെ കളി സുഖേ അവിടെയാ. നിലത്ത് കിടക്കുന്ന ഒരു പ്ലാവിന്റെ ഇല പോലും കുനിഞ്ഞെടുക്കാനും എന്റെ മകളിനെയും കൊണ്ട് അവളുടെ അമ്മയമ്മയും ഭർത്താവും സമ്മതിക്കില്ല. അത്രയ്ക്ക് സ്നേഹ അവർക്കൊക്കെ അവളിനോട്. അതൊക്കെ കുടുംബത്തിന്റെ സംസ്കാരം കൊണ്ടാ. അങ്ങനെയുള്ള എന്റെ മകളിനെ പോലെയാണ് ഈ കണ്ണി കണ്ട അലവലാദികൾ എന്നൊക്കെ പറഞ്ഞ പടച്ചാൻ പോലും നിങ്ങളുടെ അടുത്ത് പോർക്കില്ല. ഉമ്മ പൂവമാനം. ഇനി ഉമ്മക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കില്ല. എന്റെ മകളുടെ അടുത്ത് ഉമ്മക്ക് ഒരു കാര്യം പറയാനുള്ളൂ. നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയെങ്കിൽ നീ ഇവിടെ നിന്നാ മതി. നീ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കണം എന്നൊന്നും ഉമ്മ പറയില്ല. നിനക്ക് എപ്പോഴാ അങ്ങോട്ട് വരാൻ തോന്നുന്നു അപ്പൊ നീ അങ്ങോട്ട് വന്നോ. നിനക്ക് വേണ്ടിയിട്ട് എന്നും ആ വീടിന്റെ വാതിൽ തുറന്ന് കിടക്കും. ഉമ്മ 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 പൂവമാനെ മുന്നിൽ നിൽക്കണില്ല. മതിയടി പൂങ്കണ്ണീർ ഒഴുക്കിയതേ. എന്ത് പറഞ്ഞാലും ഉണ്ട് ആദ്യം അവളുടെ ഒരു കള്ളക്കരച്ചില്. എന്നാ പിന്നെ ആരും ഒന്നും മിണ്ടില്ലല്ലോ. നിന്റെ അങ്ങനത്തെ അടകളൊന്നേ എന്റെ അടുത്ത് നടക്കില്ല. നീ പോയിട്ടെ ആ ബാത്റൂം കഴിയിടാൻ നോക്ക്. അത് അവിടെ പകുതിയാക്കി വെച്ചേക്കുക. അവളുടെ ഉമ്മാനെ അങ്ങോട്ട് കണ്ടപ്പോ അവൾ എല്ലാ പണിയും അങ്ങോട്ട് മറന്നു. വേഗം അത് കഴുകിടാൻ നോക്ക്. എന്നിട്ടേ ആ തൈല കുപ്പി എടുത്തിട്ടേ എന്റെ റൂമിക്ക് വാ. എന്റെ കാലും കൈയൊക്കെ ഒന്ന് ഉഴിയണം. വേഗം ആവട്ടെ. നിന്ന് മോങ്ങോട്.